ഉമ്മൻചാണ്ടി ഭരണകാലത്ത് കേരളത്തിൽ ജീവിച്ചവരാലും കഴിഞ്ഞ 8 വർഷം കേരളത്തെ പിണറായി സർക്കാർ പിന്നോട്ടടിക്കും എന്ന് പറയുന്നത് ഞാൻ കരുതുന്നില്ല. ആവശ്യമില്ല എന്ന് ഒരു കാര്യം മാത്രമേ ചോദിക്കാറുള്ളൂ. ഇത്ര എന്താ സംഭവം ട്രിവാൻഡ്രം കൊല്ലം വരെയുള്ള ആ ഒരു വളവ് നിവർത്തി തരാൻ നിങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ആ വളവ് നിവർത്തണമെങ്കിൽ അത് കൊല്ലം ജംഗ്ഷനിലൂടെയാണ് പോകുന്നത്. ആ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിന് പറ്റില്ല. കാര്യം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഭൂമി ഏറ്റെടുക്കാൻ പറ്റാതെ നാഷണൽ ഹൈവേ പദ്ധതി ഉപേക്ഷിച്ച് പോയ പാർട്ടിയുടെ ആളായതുകൊണ്ട് ആ പദ്ധതിയാണ് ഇപ്പോൾ പൂർത്തിയാവുന്നത്. അപ്പോൾ അത്തരം വേണ്ട വേണ്ട. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഒരു കോൺഗ്രസ്സുകാരന്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. നീ എവിടുത്തെ വിപ്ലവകാരിയാ? പറയുന്നത് മുഴുവൻ കള്ളമാ. ഇന്ന് കണ്ണൂർ സർവകലാശാലയിലോ കോഴിക്കോട് സർവകലാശാലയിലോ ആണ് ആ സമരത്തിൽ കമ്പ്യൂട്ടർ തല്ലിപ്പൊളിച്ചതും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലാണ്. ഗാലറി എതിരായിട്ടും പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന DYFI സംസ്ഥാന പ്രസിഡന്റ് VK സനോജിന് എന്റെ അഭിവാദ്യങ്ങൾ. നന്ദി. നീ തീർന്നു. മറുപടി പറയാമല്ലോ. ഒന്ന്, ഗാലറി മുഴുവൻ എതിരാണെന്ന് അങ്ങേക്ക് തന്നെ തോന്നലുണ്ടാകുന്ന ഒരു നല്ല ചിന്താഗതിയാണ് കേട്ടോ. ഒന്ന്. രണ്ട് അങ്ങ് പറഞ്ഞു കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഒരാളുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണെന്ന്. അപ്പോൾ ഉമ്മൻചാണ്ടി കാലിക്കറ്റ് സർവകലാശാലയിൽ സമരം ചെയ്തു. അത് കമ്പ്യൂട്ടറിനെതിരെ അല്ല. ഞാൻ ആകെ കൺഫ്യൂഷൻ. അതുപോലെ കാലിക്കറ്റ് സർവകലാശാലയെ കമ്പ്യൂട്ടർവൽക്കരിക്കുന്നതിന്റെ പേരിൽ നിങ്ങളുടെ സർക്കാർ നടത്തിയ അഴിമതിക്കെതിരായിട്ടാണ് അദ്ദേഹം സമരം ചെയ്തത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതിപ്പോൾ നാളെ ഞാൻ സ്വർണ്ണക്കടത്ത് കേസിനെതിരായിട്ട് ഇപ്പോൾ ശ്രീ ശിവശങ്കരൻ ജയിലിൽ കിടന്ന സ്വർണ്ണക്കടത്ത് കേസിനെതിരായിട്ട് ജയിലിൽ കിടന്നിട്ടുള്ള സമരം ചെയ്യുകയും ജയിലിൽ പോവുകയും ചെയ്ത ഒരാളാണ് ഞാൻ. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? നാളുകൾ അങ്ങയുടെ അടുത്ത തലമുറ പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പണ്ട് സ്വർണത്തിനെതിരെ സമരം ചെയ്യുന്നു എന്ന് പറയുന്ന പോലെയുള്ള അല്പജ്ഞാനം മാത്രമാണ് ആ വിഷയം ഓർമ്മപ്പെടുത്തുന്നു. അതായത് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ആ ലാൻഡ് അക്വിസിഷൻ പോലും നടത്താൻ പറ്റത്തില്ല എന്ന് അങ്ങേക്ക് ആത്മവിശ്വാസമുള്ള സർക്കാരാണോ ഈ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ലാൻഡ് അക്വയർ ചെയ്തിട്ട് കേരളയിൽ കൊണ്ടുവരേണ്ടെന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങ് മനസ്സിലാക്കേണ്ടത് ശ്രീ പിണറായി വിജയന് ലാൻഡ് അക്വിസിഷൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ലാൻഡ് അക്വിസിഷൻ ഒരു പുതിയ നിയമം വന്നിരുന്നു. ഫെയർ വാല്യൂ കൊടുക്കുന്ന, അതായത് നാട്ടിലെ മുൻപ് കൊടുത്തിരുന്ന സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വിലയായിരുന്നുവെങ്കിൽ അത് മാറി നാട്ടിൽ എന്താണോ വില ആ വില കൊടുക്കുന്ന ഒരു നിയമം കൊണ്ടുവന്നിരുന്നു. ആ നിയമം കൊണ്ടുവന്നയാളുടെ പേര് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നാണ്. ആ മൻമോഹൻ സിംഗിന്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. പോകട്ടെ. പിന്നെ ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് അത്ര മോശപ്പെട്ട കാര്യമാണെങ്കിൽ അങ്ങ് ആദ്യം അങ്ങയുടെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞു മനസ്സിലാക്കൂ. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരു മോശപ്പെട്ട കാര്യമാണ്, അതിൽ പോകരുതെന്ന് പറയൂ. ഞാൻ എന്തായാലും ചാനൽ ചർച്ചകളിൽ പോയി എൻ്റെ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രം പറയുന്നതിനകത്ത് അഭിമാന ബോധത്തോടു കൂടി തന്നെ വർത്തമാനം പറയുന്ന ഒരാളാണ് എന്ന് വളരെ സ്നേഹത്തോടു കൂടി തന്നെ അങ്ങ് ഓർമ്മപ്പെടുത്തുന്നു. നിന്റെ വയറ് നിറഞ്ഞോന്ന് എനിക്കറിയില്ല. എന്റെ വായിലെ വെള്ളം പറ്റിയതുകൊണ്ട് ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് നിർത്തുക.